ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അറബിക് ഫുഡാണ് കേട്ടോ. ഞാൻ ഡയറ്റിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എരിവൊക്കെ കുറച്ചിട്ട്, അതുപോലെ ഇതൊരു സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അധികം ചാറൊന്നും വേണ്ട. അപ്പോൾ ഞാനൊരു കുറുകിയ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി സാധാരണ ചോറിലേക്കോ ചപ്പാത്തിയിലേക്കൊക്കെ കഴിക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല കറി പോലെ കുറച്ച് എരിവൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു മീഡിയം തീയിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാൻ ചൂടായൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അധികം കട്ടി കുറച്ചിട്ടും അല്ല, കട്ടി കൂടുതലും അല്ലാതെ ഒരു 300 ഗ്രാം കൂസ എടുത്തിട്ടുണ്ട്, സുക്കിനി. അപ്പോൾ അത് രണ്ട് വശവും ഒരു ഗോൾഡൻ നിറാകുന്നത് വരെ ഇങ്ങനെ വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനെടുത്ത മുഴുവൻ കൂസയും ഇതേപോലെ പൊരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതേ പാനിലേക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ മിൻസ്ഡ് മീറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചോപ്പറിൽ വെച്ചിട്ട് മിൻസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഉപ്പും കുരുമുളകും ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് ചേർത്ത സമയത്ത് എൻ്റെ ക്യാമറ ഓഫായി പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായി വറുത്ത് വേവിച്ചതിന് ശേഷം ഈ കൂസയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഓതൻറ്റിക് റെസിപ്പിയിൽ ഏലക്കായും പട്ടയും പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ നമ്മുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗരം മസാല ചേർത്തതാണ്. ഇനി മറ്റൊരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് ഞാനൊരു 200 ഗ്രാം യോഗട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് കറി വേണമെന്നുള്ളവർ 1/2 ലിറ്റർ എടുക്കാം കേട്ടോ. ഒരു കോഴിമുട്ടയും ഉപ്പും കുരുമുളകും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി നമ്മളിത് ചൂടാക്കി എടുക്കുന്ന സമയത്തും ഈ വിസ്ക് വെച്ചിട്ട് കൈ വെക്കാതെ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് സ്പീഡ് കൂട്ടി കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കൽ നിർത്തിയിട്ട് തിളച്ചൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഇത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇറച്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കറിയായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിതിനെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സീസണിങ്ങിലേക്ക് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഒറ്റയ്ക്ക് ചൂടാക്കാനുള്ളൊരു മടി കൊണ്ടാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തത്. ഓതൻറ്റിക് റെസിപ്പിയിൽ ഒലിവ് ഓയിൽ മാത്രമാണ്. ഇനി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ഗാർലിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 10-12 അല്ലി ഗാർലിക്ക് ചേർത്തിട്ടുണ്ട്. ഇത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാം. ഇതിങ്ങനെ തന്നെ ചപ്പാത്തിയിലേക്കോ റൊട്ടിയിലേക്കോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഡയറ്റിലായതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. ഇതിങ്ങനെ തന്നെ തനിച്ച് കഴിക്കാനുണ്ടായത്. ഇക്കാക്ക് കൊടുത്തപ്പോൾ ഇക്കാക്ക് ഇഷ്ടമായി. വീഡിയോ പോസ്റ്റ് ചെയ്തോ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇഷ്ടമാവും. അധികം ഒരു എരിവും അധികം ഒരു പുളിയും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ശീലിച്ചവരായിരിക്കുമല്ലോ ഡയറ്റിലുള്ളവർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. ഇനി നിങ്ങൾ വീട്ടിലുള്ളവർക്ക് മൊത്തത്തിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയായിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ യോഗർട്ട് എടുക്കുന്നതിൻ്റെ അളവ് കൂട്ടിയാൽ മതി. കോഴിമുട്ട ഒരെണ്ണം തന്നെ മതി കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വയറ് ഫുള്ളാകും. ഇത് ഒരു പകുതി വരെയൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ, അപ്പോഴേക്കും മതിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. സാധാരണ ഉള്ളവർക്ക് മുളക് കൂട്ടാം കേട്ടോ. മുളക് പൊടി ആക്കണ്ട. നമ്മൾ ഇറച്ചി വേവിക്കുന്ന സമയത്ത് പച്ചമുളകോ അല്ലെങ്കിൽ തൂമ്പിച്ച് കൊടുക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.